ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രയ്ക്ക് സഹായിക്കുന്നു എന്നതിലുപരി ഒരു വാഹനം ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. പക്ഷേ അത് ഒരുപാട് ക്യാഷ് ചെലവാകുന്ന മെയിൻ്റനൻസ് വർക്കുകൾ ആവശ്യമുള്ളതാണെന്നും അറിയാമല്ലോ. പെയിന്റ്, എൻജിൻ എന്നിവയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്യാഷ് ചെലവ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം അഥവാ PPFനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിലൂടെ ബേസിക്കായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ഇവ ഉപയോഗിക്കുന്നത് ലാഭകരമാണോ എന്നൊന്ന് പരിശോധിക്കാം. PPF ഇൻസ്റ്റലേഷൻ ഓൺ യൂസ്ഡ് കാർസ്. ഇപ്പോൾ പെയിന്റ് എങ്ങനെയാണ് ഉള്ളത് അതിനെയാണ് PPF പ്രൊട്ടക്റ്റ് ചെയ്യുക. അതല്ലാതെ പെയിന്റിലുള്ള സ്ക്രാച്ച് ഫിൽ ചെയ്യുകയില്ല. സോ യൂസ്ഡ് കാറിൽ ഇവ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ പെയിന്റ് ചെയ്തതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മാറ്റണം. നിങ്ങളുടെ കയ്യിലുള്ള കാർ 10-15 വർഷം പഴക്കമുള്ളതാണെങ്കിൽ PPF അപ്ലൈ ചെയ്യാൻ ചെലവാകുന്ന തുക ചിലപ്പോൾ കാറിന്റെ മൂല്യത്തേക്കാൾ വലുതായിരിക്കും. ഇനി PPF ഇൻസ്റ്റലേഷൻ ഫോർ ന്യൂ കാർസ്. ഡീലർഷിപ്പിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 വർഷം ആകുമ്പോഴേക്കും പുതിയ കാറിന്റെയും നിറം മങ്ങാൻ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് അഡീഷണൽ ക്യാഷ് ചെലവാക്കി കാർ ഇറക്കുമ്പോൾ തന്നെ PPF ചെയ്യുന്നതായിരിക്കും പിന്നീട് ചെയ്യുന്നതിനേക്കാൾ ലാഭകരം. PPF കോട്ടിങ്ങിന്റെ മാക്സിമം എങ്ങനെ ഉപയോഗപ്പെടുത്താം? നിങ്ങളുടെ വാഹനത്തിൽ PPF അപ്ലൈ ചെയ്യുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആയ കാര്യമായതിനാൽ അവ പെയിന്റിനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഒരുപാട് കാലത്തേക്ക് ഈ പ്രവൃത്തി ആവർത്തിക്കുകയും വേണം. അതിനായി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. ഇൻസ്റ്റാൾ ഇറ്റ് പ്രോപ്പർലി. PPF അപ്ലൈ ചെയ്യുമ്പോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ചെയ്യാം. ഒരൽപ്പം ക്യാഷ് കൂടിയാലും അതിനുള്ള റിസൾട്ട് കിട്ടും. മെയിൻറ്റെയിൻ ദ ഫിലിം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ PPF ഫിലിമിന് ചെറിയ മെയിൻ്റെനൻസ് ആവശ്യമാണ്. ഞാൻ പെയിന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ PPF അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങോട്ട് നോക്കുകയേ വേണ്ട എന്ന മെന്റാലിറ്റിയിൽ ഇരിക്കാൻ പാടില്ല. റീപ്ലേസ് ദ ഫിലിം വെൻ നീഡഡ്. എന്തെങ്കിലും മേജർ ഡാമേജ് ഒക്കെ പ്രൊട്ടക്ഷൻ ഫിലിമിന് സംഭവിച്ചു കഴിഞ്ഞാൽ അവ റീപ്ലേസ് ചെയ്യാം. ഇല്ലെങ്കിൽ അത് പെയിന്റിനെ അഫക്റ്റ് ചെയ്യും. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളുടെ വാഹനത്തിൽ PPF അപ്ലൈ ചെയ്യുന്നത് ലാഭകരമാണോ? PPF അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ കുറച്ച് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ വാഹനത്തിന്റെ ഇപ്പോഴത്തെ മൂല്യം. നിങ്ങളുടെ വാഹനം പുതിയതും അത്യാവശ്യം കോസ്റ്റ്ലിയുമാണെങ്കിൽ PPF അപ്ലൈ ചെയ്യുന്നത് നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും. അത് കാറിന്റെ വാല്യൂവിന്റെ ചെറിയ ഒരു ഫ്രാക്ഷൻ ചെലവ് മാത്രമേ വരികയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ 10-15 വർഷം പഴക്കമുള്ള വാഹനമാണെങ്കിൽ ചിലപ്പോൾ വാഹനത്തിന്റെ വിലയേക്കാൾ ചിലവ് PPFന് വന്നേക്കാം. ഇൻഷുറൻസ് മേ ബി മോർ എക്സ്പെൻസീവ്. PPFന് വരുന്ന ഡാമേജ് ചിലപ്പോൾ ഇൻഷുറൻസ് കവർ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുമായി കോൺടാക്ട് ചെയ്ത് ഇത് ഉറപ്പുവരുത്താം. എക്സ്റ്റീരിയർ കണ്ടീഷൻ ഓഫ് യുവർ കാർ. വാഹനത്തിലെ ചെറിയ സ്ക്രാച്ചുകൾ പോലും PPF അപ്ലൈ ചെയ്യുമ്പോൾ എയർ ബബിൾ ആൻഡ് മോയ്സ്ചർ ട്രാപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ PPF അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്റ്റീരിയർ ഫുൾ ക്ലീൻ ആയിരിക്കണം. നിങ്ങളുടെ വാഹനത്തിൽ ഒരുപാട് പെയിന്റ് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം റീപെയിന്റ് ചെയ്തതിന് ശേഷം മാത്രമേ PPF അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇത് ഒട്ടും ലാഭകരമാവില്ല.